അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേ മഴയ്ക്ക് നല്ലൊരു തോർച്ച ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഇതേ വിൻഷേട്ടനും തേജും കൂടി പുല്ല് പറിക്കാൻ നോക്കുകയായിരുന്നു. ഇവരുടെ പുല്ല് പറിക്കൽ ഭയങ്കര വിറ്റായിരുന്നു കേട്ടോ. അവിടെ ചളി പിളി ആയതുകൊണ്ട് 2 നാര് പറിച്ചപ്പോഴേക്കും അച്ഛനും മോനും അവിടെ ഇട്ടു കേട്ടോ. പിന്നെ നേരെ പോണത് എങ്ങോട്ടാണെന്നറിയോ, വീടിന്റെ ഫ്രണ്ടിൽ ഇവിടെ വണ്ടികൾ കയറി ഇറങ്ങിയിട്ട് ഒന്ന് ചളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അതേ കല്ലും മണ്ണൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ മണ്ണ് നമ്മുടെ വീടിന്റെ മുറ്റത്താ തിണ്ടില്ലേ, അവിടെ നിന്ന് തന്നെയായിട്ട് എടുക്കണത്. അവിടെ എന്തായാലും നമ്മൾ പൊളിച്ച് വൃത്തിയാക്കൂലോ, അപ്പോൾ എന്തായാലും എടുക്കാന്ന് വിചാരിച്ച് അവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ അതേ ഒരു കറിവേപ്പിലയുടെ തൈ നട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് അവിടെ നിന്ന് പറിച്ചിട്ട് നമ്മുടെ സൈഡിലില്ലേ, നമ്മൾ ചെറുതായിട്ട് പയറിൻ്റെ ഒക്കെ നട്ടുണ്ടായിരുന്നില്ല, അവിടെ കൊണ്ട് വെക്കാട്ടോ ചെയ്ത്. അപ്പോൾ ഞാൻ പയറിൻ്റെ വള്ളിയൊക്കെ കളഞ്ഞു, കാരണം അതൊക്കെ കേടായി പോവാം. പുഴുക്കേട് വരും. അപ്പോൾ ഞാനത് പറിച്ച് കളഞ്ഞു. പക്ഷെ നമ്മുടെ ചീരയ്ക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ചീര നല്ലപോലെ വളരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടിട്ട് നമ്മുടെ വേപ്പിലയുടെ തൈ നട്ടുവിട്ടു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരെണ്ണം കൂടി ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതൊക്കെ കൊടുന്ന് ഇവിടെ നട്ടതിന് ശേഷം പിന്നെ ഞാൻ മിറ്റടിക്കാൻ തുടങ്ങി കേട്ടോ. അവരെന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ പുല്ലൊക്കെ പറിച്ച്, പുല്ല് പറിക്കണില്ല കേട്ടോ, പുല്ലല്ല, ഇവിടെ മണ്ണൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു വെള്ളം ഒലിക്കാണ്ടിരിക്കാൻ. അപ്പം ഞാൻ എന്തായാലും വേഗം ബാക്കിലെ മുറ്റം അത്യാവശ്യം കാറ്റത്തെ മറ്റേ കരടും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതേ വേഗം അടിച്ചിട്ട് കോരിയാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുല്ല് പറിക്കാന്നുള്ള ഒരു പ്ലാനിലാണ്. മഴ പെയ്യോ ഇല്ലയെന്ന് പേടിച്ചിട്ടായിട്ട് ഇതൊക്കെ ചെയ്യണത്. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്യണത്. മഴ പെയ്ത് എല്ലാം അവിടെ ഇടേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാനിത് ഒരു സൈഡിൽ നിന്ന് പുല്ല് പറിച്ചു തുടങ്ങിയിട്ട്, നമുക്ക് ഈ ഒരു സൈഡിലാണ് കൂടുതൽ പുല്ല് വരിക. ഇവിടെ വെള്ളം തങ്ങി നിൽക്കണോണ്ടോ തോന്നുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ പതുക്കെ ഓരോ സൈഡിൽ നിന്ന് പതുക്കെ നല്ല സ്പീഡിൽ തന്നെ പുല്ലൊക്കെ വേഗം പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പുറത്ത് വിൻഷേട്ടനും തേജും പറിച്ചു കൊടുത്ത് അവർ കൊള്ളാക്കി വെച്ചിട്ടുണ്ട്. ഈ ചളി പിളി വെള്ളം പൊന്തി നിൽക്കണോടത്തുണ്ടല്ലോ, കൈക്കോട്ടും വെച്ചിട്ട് കളച്ചിട്ട് അത് അങ്ങോട്ട് പിളിപിളിന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് പുല്ല് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനതവിടെ വെച്ചിട്ടോ. ബാക്കിയുള്ളത് വരെ ഞാൻ പറിച്ചെടുത്തിട്ട് മിറ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ അവർ പുല്ല് പറിച്ച ആ ഒരു കോലം എന്താണെന്ന് കണ്ടോ. ഇത് ഞാൻ പറിച്ചതാണേ. അവർ പറിച്ചത് ഇവിടെ ആയിരുന്നു. ഇവിടെ വെച്ചിട്ട് കൈക്കോട്ട് വെച്ച് ഇളക്കിയിട്ട മണ്ണൊക്കെ ആകെ വൃത്തികേടാക്കിയിട്ട. പിന്നെ അതേ തേജു കേട്ടോ കല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇവനോട് ഇപ്പുറത്ത് കല്ലിടാൻ പറഞ്ഞപ്പോൾ തേജു പോയിട്ട് അപ്പുറത്ത് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗതേ മഴക്കാർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നല്ല കാറ്റ് വീശുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയല്ല ഇവിടെ വിൻഷേട്ടൻ മൊന്തഴം എന്നുള്ള ഇല പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗതേ അടിച്ചു വാരി കൂട്ടിയെടുത്തു കേട്ടോ. എന്നിട്ട് ബാക്കി മിറ്റടിക്കാച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മഴച്ചേട്ടൻ ഓടി വന്നു. പക്ഷെ വിൻഷേട്ടൻ തോറ്റു കൊടുത്തില്ല. മഴ ഇവിടെ ഫ്രണ്ട് സെറ്റാക്കിയിട്ടേ ഇരിക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് മഴയത്ത് ഇതേ കവറൊക്കെ കെട്ടിയിട്ടാട്ടോ ചെയ്യണത്. ഞാൻ പിന്നെ വേഗത തേജപ്പനും കൂട്ടി പോയിട്ട് ഞങ്ങൾ മേലൊക്കെ കഴുകിയിട്ട് നമ്മുടെ വിളക്കത്തിക്കേണ്ട നേരമായല്ലോ. അപ്പോൾ വേഗം വിളക്കൊക്കെ കൊളത്തി ഇതേ തൊഴുതു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നോക്കിയപ്പോഴും വിൻഷേട്ടൻ വിട്ടു കൊടുക്കണില്ല. അവിടെ ഫില്ല് ചെയ്യേണ്ട തിരക്കിൽ തന്നെയാണ് കേട്ടോ. അത് പിന്നെ അങ്ങനെയാലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി തുടങ്ങി വെച്ചത് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനക്കേടല്ലേ. ആ ഒരു സമാധാനക്കേടാണ് കേട്ടോ വിൻഷേട്ടന്. ഞാൻ എൻ്റെ പണി അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ബൈ.